ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളീ കാണുന്ന വീട്ടിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഡൈനിങ് ഹാൾ റിനോവേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഞങ്ങളിന്ന് വീഡിയോയിലൂടെ കാണിക്കണത്. അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഒരു 2 വാതിൽ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബദലായിട്ട് പുതിയ 2 വാതിൽ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സൈറ്റിൽ 2 പുതിയ GI ഷീറ്റിൽ ഉണ്ടാക്കേണ്ട ഇരുമ്പിൻ്റെ 2 വാതിൽ കട്ടിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈറ്റിൽ തേപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഈ 2 വാതിൽ കട്ടിൽ വെക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ വാതിലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ GI ഷീറ്റിൽ ഉണ്ടാക്കിയ വാതിലാണ്, തുരുമ്പൊന്നും പിടിക്കില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ 2 ക്ലാമ്പ് എന്നുള്ള നിലയിൽ ഒരു വാതിലുമ്പിൽ 4 ക്ലാമ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലാമ്പിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 1 അടി നീളമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഇത്ര വലിയ ക്ലാമ്പിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു 6 ഇഞ്ച് ആ ക്ലാമ്പും ഒന്ന് മുറിച്ചിട്ടുണ്ട്. കണ്ടോ, 4 കഷ്ണം കണ്ടില്ല അവിടെ. എന്തിനാ വെച്ചാൽ ഇത്ര വലിയ ക്ലാമ്പിൻ്റെ ആവശ്യം നമുക്കവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ മുറിച്ചിക്കണ്. എന്നിട്ട് നമ്മളെന്താ വേണ്ടി അറിയോ, ആ വാതിൽ ഒന്ന് വെച്ച് നോക്കുക. ആദ്യം വാതിൽ വെച്ചിട്ട് ഒന്ന് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുക ക്ലാമ്പ് എവിടെയൊക്കെ വരുന്നുണ്ടെന്ന്. എന്നിട്ട് അതിന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ആ ചുമര് ഒന്ന് ചെറുങ്ങനെ ഉളി ആമർ എടുത്തുകൊണ്ട് ചെറുങ്ങനെ ഒന്ന് ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് പൊട്ടിക്കുക. ഇപ്പം ഇവിടെ കണ്ടില്ലേ, 4 സൈഡിൽ പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഗ്രൗട്ട് തോണ്ടി വെച്ചിട്ടുണ്ട്, ആ സിമെൻറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫ്ലോറിൽ ഈ വാതിലെന്ന് പറഞ്ഞാൽ 2.10, അതായത് 2.10 ലിൻഡലിൻ്റെ ഹൈറ്റിലേക്ക് ചെറിയ കുറച്ചും പാടെ നീളം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്താൽ അറിയോ, അടിയിലുള്ള ഫ്ലോറിലെ കോൺക്രീറ്റ് കുറച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സിമെൻറ്റ് പരത്തിയിട്ട് കറക്റ്റ് വാതിൽ വെച്ചിട്ട് നമ്മൾ ഈ തേപ്പിൻ്റെ പഴയ തേപ്പ് ചേർത്തുകാണ്ട് ഒരു ചെറിയ 2 അടിക്കോല് വെച്ച് സെറ്റാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ, നമ്മൾ ഒരു വാതിൽ എടുത്തിട്ട് പുതിയ വാതിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ ഓവർ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ആ പഴയ തേപ്പ് ഉണ്ടാവില്ലേ, ആ പഴയ തേപ്പിലേക്ക് ഒരു കോല് വെച്ചുകൊണ്ട് ഇണക്കി നോക്കിയാൽ മതി. പിന്നെ തൂക്കം നോക്കണം കേട്ടോ, ചെറിയൊരു തൂക്കം. വാതിലിൻ്റെ ഉൾഭാഗത്ത് തൂക്കം നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വാതിൽ എപ്പോഴും അടഞ്ഞുകൊണ്ടേ നിൽക്കുള്ളൂ. അപ്പോൾ തൂക്കം നോക്കിക്കാണ്ട് വാതിലിൻ്റെ ഉള്ളിൽ കറക്റ്റാക്കുക. ഇനി പുറം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പം തൂക്കം ചെറിയ പഴയ വാതിലിൻ്റെ തൂക്കം പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാം. പക്ഷേ വാതിലിൻ്റെ ഉൾഭാഗത്ത് കറക്റ്റ് തൂക്കാക്കിയിട്ട് വാതിൽ എന്ത് ചെയ്യുക, ഒരു പട്ടിക ഉപയോഗിച്ചിട്ട് കറക്റ്റ് നമ്മളെ ചുമരിൽ അടിച്ച് സെറ്റാക്കി വെക്കുക. നമ്മൾ ലിൻഡലിൻ്റെ ടോപ്പ് ഹൈറ്റ് എന്ത് ചെയ്യണം, കറക്റ്റ് മുട്ടിച്ച് വെച്ചിട്ട് അടിയിൽ നമുക്ക് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. മുകളിൽ നമ്മൾ ഗ്യാപ്പ് ഓവർ കൊടുക്കരുത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ആ ക്ലാമ്പ് വെച്ച ഏരിയയിൽ നമ്മൾ കുമ്മായം, അതായത് നല്ല സ്ട്രോങ്ങിലാക്കിയിട്ടാണ് അത് അടയ്ക്കണത്. അതായത് നമ്മൾ ഒരു 2 ചട്ടകത്തിന് 2 ചട്ടകം സിമെൻറ്റ് എന്നുള്ള നിലയിൽ അതിനായിട്ട് കുറച്ച് സിമെൻറ്റ് ഒരു ചട്ടിയിൽ സ്ട്രോങ് ആക്കി ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ക്ലാമ്പ് മാത്രം അടയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം പാടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഇതുപോലെ പഴയ വാതിലുകൾ ഒരു വാതിലെടുത്തിട്ട് പുതിയ വാതിൽ വെക്കുമ്പം നമുക്ക് ഇതിൻ്റെ ക്ലാമ്പൊന്നും ഫുള്ളായിട്ട് ഈ ക്ലാമ്പൊന്നും ചുമരിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് കയറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ക്ലാമ്പിനെ ആശ്രയിച്ച് കണ്ട് മാത്രം നമ്മൾ ഈ വാതിൽ സെറ്റ് ചെയ്യാൻ പാടില്ല. അതിനുള്ള ടെക്നിക്ക് കാണിച്ചു തരാം. അപ്പോൾ 4 ക്ലാമ്പിനുള്ള ചാല് കണ്ടില്ലേ, അതിൽ നമ്മൾ സിമെൻറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു ചെറിയൊരു സ്പോട്ട് ചെയ്ത ആ കമ്പി വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുമ്മായത്തിൽ കറക്റ്റ് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഈ വാതിലിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞാൽ ഒരു പൊള്ളയാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ വാതിലിൻ്റെ വാതിൽ കട്ടില എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്താണ്, വെറും ഒരു ഫില്ലായിട്ടുള്ള സാധനമല്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കോൺക്രീറ്റോ അല്ലെങ്കിൽ സിമെൻറ്റൊക്കെ നിറച്ചുകാണ്ട് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് കോൺക്രീറ്റ് അല്ല, നമ്മൾ ചെറിയൊരു ഗ്യാപ്പേ നമുക്കിവിടെ ഫില്ല് ചെയ്യാനുള്ളൂ. അതിലൂടെ ഞങ്ങൾ സിമെൻറ്റ് ഒരു ഭാഗത്തേക്ക് പലക പിടിച്ചിട്ട് നമ്മൾ കറക്റ്റ് സിമെൻറ്റ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു അഡ്വാൻസ് ആയിട്ട് 8M കമ്പികൾ മുറിച്ചിട്ട് ആ 8M കമ്പിൻ്റെ ചെറിയ പീസുകൾ ഞങ്ങൾ ഈ കുമ്മായത്തിൻ്റെ ഇടയിലൊക്കെ ഓരോന്നായിട്ട് വെക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്നറിയോ, നമ്മൾ വെറും ആ 4 ക്ലാമ്പിനെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞാൽ ആ വാതിൽ അവിടുന്ന് ഇങ്ങോട്ട് ഉന്തി കഴിഞ്ഞാൽ വാതിൽ ഇങ്ങോട്ട് പോരും. അതൊക്കെ ഇവിടെ കാണാൻ കഴിയാം. നമ്മൾ പടവിൻ്റെ ഇടയിൽ വെക്കണ വാതിലിന് നല്ല പുടുത്തുണ്ടാവും. കാരണം അത് നമ്മൾ കറക്റ്റ് ആണിയൊക്കെ പടവിൽ അടിച്ചിട്ടാണ് വെക്കുക. ഇത് നമ്മൾ ആണി അടിക്കാനുള്ള ഒരു വകുപ്പ് കാണുന്നില്ല. അതുകൊണ്ട് നമ്മളെന്താ ചെയ്തിട്ടുള്ളത്, 8M കമ്പികൾ മാക്സിമം 8M കമ്പി പീസുകളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല സ്ട്രോങ് കുമ്മായം നിറച്ചിട്ടുണ്ട്. കണ്ട ആ മൂലയിലൊക്കെ കണ്ടില്ലേ, ആ മുകളിലെ മൂലയിലൊക്കെ ഇതുപോലെ നമ്മൾ 8M കമ്പി കൊടുത്തിക്കണ്. നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ കറക്റ്റ് ഫില്ലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഒരു മേടുമ്പോഴൊക്കെ ഒരു ഒച്ച ഉണ്ടാവും കേട്ടോ. എപ്പോഴും നമ്മൾ ഫില്ലാക്കുകയാണ്. ഈ വാതിൽ വെക്കുമ്പം എപ്പോഴും ഫില്ലാക്കാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് ഒരു വാതിലും പാടുണ്ട്,
നമ്മളിപ്പോൾ പുതുതായിട്ട് പൊളിച്ചൊരു വാതിൽ, ഒരു രണ്ടാമത്തെ വാതിൽ എന്ന് പറഞ്ഞാൽ അടുക്കളയൊക്കെ ഇറങ്ങുന്ന വാതിലാണ്. അപ്പോൾ ഈ വാതിലിൻ്റെ പ്രശ്നം, ഈ വാതിലിൻ്റെ ടോപ്പ് ലിൻഡലിന് മുട്ടിച്ചതിൻ്റെ ശേഷം ഇവിടെ ചെറിയ കുറച്ച് തറ പൊളിക്കാണ്ടിന്. അപ്പോൾ നമ്മൾ വീടിൻ്റെ തറയിലുണ്ടായിരുന്ന ഒരു വരി കല്ല് ഞങ്ങൾ പൊളിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ കിച്ചൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഒരു വരി കല്ല് താന്ന് നിൽക്കണ ഇവിടെ കാണാൻ കഴിയും. പിന്നെ ആ വാതിലിൻ്റെ കട്ടില മാത്രമാണ് ഇവർ വാങ്ങിയിട്ടുള്ളൂ. അത് മാത്രമല്ല ഇതിൻ്റെ പൊളി മരത്തിൻ്റെ പൊളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിൽ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്താ വേണ്ടി അറിയാം, തേക്കണം. അതായത് നമ്മൾ ഇതിൻ്റെ വാതിലിൻ്റെ പൊളിയും കട്ടിലും പൊളിയും അടക്കം നമുക്ക് വാങ്ങാൻ കിട്ടും. അത് കുറച്ച് പൈസ കൂടുതലാവും. പക്ഷേ അത് മാത്രമല്ല ഇവിടെ വാതിലിൻ്റെ കട്ടില മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ പൊളി ഇവിടെ ഉണ്ടായിരുന്ന പഴയ വാതിലിൻ്റെ പൊളി വെക്കാമെന്നുള്ളൊരു ഐഡിയ ആണ് ഇവിടുത്തെ സൈറ്റിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്കിതാ ഇതിൻ്റെ പെറഗോളൻ്റെ ഇടയിലൊക്കെ നോക്കുകയാണെങ്കിൽ വയറിങ്ങിൻ്റെ വർക്കൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വയറിങ്ങിൻ്റെ പെറഗോളൻ്റെ ഇടയിലേക്ക് ഇതൊക്കെ ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് വയർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ തേച്ച് കാണ്ടി നമുക്ക് ഫുൾ സെറ്റപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പുട്ടിട്ട ഫുൾ ഫിനിഷ് വർക്കാവും. ഇപ്പം നമുക്ക് ഈ മോഡൽ, ഈ ഡൈനിങ് ഹാളിൽ ചെയ്യണ മോഡൽ നിങ്ങൾക്ക് റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ റൗണ്ടിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ പഴയ വർക്ക് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് പോയിന് വാതിൽ അടച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഭാഗത്തുള്ള ഇപ്പം പുതിയ തുറന്ന വാതിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ തേക്കാൻ വേണ്ടിയിട്ട് ഒരു 15 ചട്ടി പൊടിക്ക് 3 ചട്ടി സിമെൻറ്റ് ഇട്ടിട്ട് ഈ ഭാഗത്തുനിന്ന് ആദ്യം നമ്മൾ ഈ റൂമിൽ അടച്ച വാതിൽ മുതൽച്ച് തേച്ച് തുടങ്ങണതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് പറകോളൊക്കെ തേക്കണ മുമ്പ് ഇവിടുത്തെ ചില്ലറ പണികളൊക്കെ ആദ്യം തേച്ച് തീർക്കുക എന്നുള്ളൊരു പ്ലാനിങ് ആണ് ഞങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഈ പുതിയ തേപ്പ് പഴയ ചുമരിലേക്ക് ചേർക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ റീവർക്ക് ആയതുകൊണ്ട് അതിൻ്റെ ജോയിൻ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കും. പിന്നെ നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് ഈ ബെഡ്റൂമിലേക്ക് കയറുന്ന ഏരിയയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ആ വാതിൽ വെച്ച സമയത്ത് ആ വാതിലിൻ്റെ റൂമിൻ്റെ ഉള്ളിലത്തെ കരയുമായിട്ട് ഒരു 2 സെൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ, ചെറിയൊരു ഗ്യാപ്പ്. അപ്പോൾ ഈ ഗ്യാപ്പ് നമുക്ക് വേണമെങ്കിൽ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് കൊടുത്തുകൊണ്ട് ഫില്ല് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ, ആ വാതിലിൻ്റെ കട്ടിൽ കറക്റ്റ് തേക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ എൽ ഷേപ്പ് കരയിൽ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് ഗ്രിപ്പാക്കിയിട്ട് നനച്ചിട്ട് സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് കൊടുത്തുകൊണ്ട് തേക്കാനുള്ളൊരു പ്ലാനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു തേപ്പ് കഴിഞ്ഞ് ഉദാഹരണത്തിന് നിങ്ങൾ വൈറ്റ് സിമെൻറ്റ് അടിച്ച ചുമരിൽ നിങ്ങൾക്ക് വീണ്ടും ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. പെയിൻറ്റുള്ള ചുമരാണെങ്കിൽ ആ പെയിൻറ്റൊക്കെ ഒന്ന് വരുതിയിട്ട് നല്ല നനച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഗ്രിപ്പിലൊക്കെ ഫുള്ളായിട്ട് ഗ്രൗട്ട് ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും തേക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ആ തേപ്പിൻ്റെ മുകളിൽ കണ്ടോ, ആ കാണുന്ന എൽ ഷേപ്പ് റൂമിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന കര ഒന്നും പാടെ സീലിംഗ് അടിച്ചിട്ട് അതിൻ്റെ കര തേക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വർക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് കാണുന്ന ഈ വാതിലിൻ്റെ കരയിൽ ഈ സൈഡിൽ മാത്രം ക്ലാമ്പിന് വേണ്ടിയിട്ട് 2 ഏരിയ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അടിയിലും മുകളിലും. അപ്പോൾ പിന്നെ അതിൻ്റെ സെൻറ്ററിലും കുറച്ച് പൊട്ടിയിട്ടുണ്ടേനി. അപ്പോൾ ഞങ്ങൾ ആ സൈഡ് മൊത്തമായിട്ട് പൊളിച്ചിട്ട് ഒന്ന് തൂക്കിക്കാണ്ട് ആ പഴയ മറിക്ക് തേക്കണതാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഫുള്ളായിട്ട് പിന്നെ ജോയിൻ്റായി മാറും. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ മാത്രം ഒന്ന് ഫുള്ളാക്കി തേച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ചായ കുടിക്കാനുള്ള സമയമായിക്കണ്, അതുകൊണ്ട് ഇനി പറകോളല്ല തേക്കാനുള്ളത്. അപ്പം പൂരിയും ബാജിയൊക്കെ ഉണ്ട്, ഒന്ന് സ്ട്രോങ് ആയിക്കോട്ടെ വെച്ചിട്ട് നമുക്ക് പറകോളട്ടോ ചില്ലറപ്പണിയൊക്കെ കഴിഞ്ഞാൽ ആ കാണുന്ന അടുക്കളയത്തെ വാതിലിൻ്റെ കരക്കെ നമ്മൾ തേച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ഇതാ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ ഈ പറകോള തേക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ പെറഗോളയിൽ നിന്ന് ഈ പാസേജ് ഇല്ലേ, ഈ കാണുന്ന ഈ 2 മീറ്റർ കാണുന്ന ഈ പാസേജ് എന്ന് പറഞ്ഞാൽ ഈ പാസേജിൻ്റെ ഒരു ഏരിയ പകുതി പഴയ ബോർഡ് ഉണ്ടായിരുന്നു, പകുതി ചുമരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സീലിങ്ങിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, കാരണം നമുക്ക് കൂട്ടി തേക്കുകയാണെങ്കിൽ തേക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ജോയിൻറ്റ് പുറത്തേക്ക് കാണുന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യണം അറിയോ, ഒന്ന് അവിടെയും അതുപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് നനച്ചുകാണ്ട് ഗ്രൗട്ട് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് സീലിംഗ് അടിച്ചിട്ടുണ്ട്. എന്നുള്ള ലാഭം എന്താ വെച്ചാൽ നമുക്കൊരൊറ്റ കോലിൽ കാണാൻ കഴിയും. അല്ലാതെ നമ്മൾ ചെയ്തിട്ടാണെങ്കിൽ ആ 2 ജോയിൻറ്റ്, കാരണം ആ പഴയ റൂമിൽ ഒരു സൺസൈഡ് ഉണ്ട്, പഴയ റൂമിൽ ഒരു റാക്ക് ഉണ്ട്. ആ റാക്കിലേക്ക് കറക്റ്റ് ചേർത്തുകയാണെങ്കിൽ അതൊരു ജോയിൻ്റായിട്ട് നല്ല ജോയിൻ്റ് എടുത്ത് കാണിക്കുന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു സീലിംഗ് അടിച്ചിട്ട് അവിടെ മാത്രം ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളിതാ പറകോള ഈ ഒരു സൈഡ് തേച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പെറഗോളൊക്കെ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ വക്കിൻ്റെ ഒക്കെ വർക്കായതുകൊണ്ട് 5:1 എന്നുള്ള റേഷ്യോയിൽ കുമ്മായം കൂട്ടിയിട്ട് തേക്കുക. അതേപോലെ നമ്മൾ വലിയ കോല് ഉപയോഗിക്കുക. അതേ മാത്രമല്ല തൂക്കുണ്ട ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. കറക്റ്റ് ഇതിൻ്റെ ഡിസ്റ്റൻസൊക്കെ കറക്റ്റാക്കിയിട്ട് തേക്കുക.
അപ്പോൾ ഇതൊരു ടൈമിംഗ് എടുത്ത വർക്കാട്ടോ, ഉള്ളത് ശ്രദ്ധിച്ച് വൃത്തിയാക്കി ചെയ്താൽ മതി. അതുപോലെ നമ്മളിപ്പോൾ ഈ തേച്ച് ഫിനിഷ് ആക്കിയിട്ടുള്ള ഈ ഏരിയയിൽ നിന്ന് കറക്റ്റ് വാട്ടർ ലെവൽ അപ്പുറത്തെ ഏരിയയിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ നിന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന മോഡലില്ലേ, ഇതിപ്പോൾ വെറും 2 പിറകോളല്ലേ വെച്ചിട്ടുള്ളൂ. ഇത് കറക്റ്റ് ലിൻഡൽ വരെ സെറ്റ് കട്ട് ചെയ്ത് കാണാൻ നമുക്ക് റൗണ്ട് ആക്കണമെങ്കിൽ കറക്റ്റ് ആർച്ചാക്കാൻ പറ്റും, ഏത് മോഡലും ചെയ്യാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പം കുറച്ച് സമയം പോവും, കുറച്ച് പൈസയും കൂടുതലാവും, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത വർക്കായിട്ട് ഒന്നുമില്ല. പിന്നെ അതുപോലെ ആ കാണുന്ന പഴയ വർക്കേരിയല്ലേ, ആ വർക്കേരിയക്ക് കോൺക്രീറ്റിൻ്റെ വാതിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അരുപ്പടി ഇവിടെ ടൈൽസ് ഫ്ലോർ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ അരുപ്പടി ഒരു ഡിസ്റ്റർബാണ്. അതുകൊണ്ട് നമ്മൾ ആ കോൺക്രീറ്റിൻ്റെ പഴയ അരുപ്പടി എടുത്തിട്ടുണ്ട്, ഒരു 2 ഇഞ്ച് കാണും. ഇപ്പോൾ കണ്ടില്ല, ഞങ്ങൾക്ക് ഏകദേശം ഇവിടെ വർക്കൊക്കെ നല്ല വൈകിയിട്ടുണ്ട്, 6 മണി ആയിട്ടുണ്ട്. നമ്മൾ വർക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈറ്റിൽ വെച്ചിട്ടുള്ള 2 വാതിൽ കട്ടിലേക്ക് ഒന്നിന് 4500 ഉറുപ്പ്യ ആയിട്ടുണ്ട്. അപ്പോൾ 2 9,000 ഉറുപ്പ്യ. പിന്നെ അത് മാത്രമല്ല, ഈ സൈറ്റിൽ 2 കട്ടില മാത്രം ആക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇവിടെ പഴയ വാതിലിൻ്റെ പൊളിക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ആ പൊളി ഇതിലേക്ക് സെറ്റ് ചെയ്യണ കോലത്തിൽ അതിൻ്റെ അളവിലാണ് ഇവിടുത്തെ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ കൂടെ വരുന്ന ഡോറ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ കട്ടിൽ ആ ഡോറും പാടെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സംഖ്യ ചിലവായിട്ട് വരും. അപ്പോൾ ഈ പൈസ ഇല്ലാത്ത ആളുകൾക്ക് ഏറ്റവും നല്ല എന്താ വെച്ചാൽ, വീടിൻ്റെ ഉൾഭാഗത്തുള്ള റൂമുകളിലേക്കുള്ള ഈ കട്ടില മൊത്തമായിട്ട് നമുക്ക് കോൺക്രീറ്റ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്, ചിലവ് കുറവാണ്. നമുക്കതിൻ്റെ പ്ലൈവുഡിൻ്റെ ഡോറുകളൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് 2 ഇരുമ്പിൻ്റെ വാതിലാണോ കോൺക്രീറ്റിൻ്റെ വാതിൽ കട്ടിലാണോ ഏറ്റവും നല്ലതെന്നുള്ളൊരു കമ്പയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ സൈറ്റിലെ വർക്ക് ഉണ്ട്, 3 ചാക്ക് സിമെൻറ്റ് ഇതിന് ചിലവായിട്ടുണ്ട്. വാതിൽ വെക്കാനും തേക്കാനൊക്കെ ആയിട്ട് നല്ല സ്ട്രോങ് ആക്കിയിട്ട് ഒരു 3 ചാക്ക് സിമെൻറ്റ് ഇവിടെ ചിലവായിട്ടുണ്ട്. നമ്മൾ ഏകദേശം വർക്കൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ടൈൽസ് പണി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് എന്ത് വർക്കും ഇതുപോലത്തെ ഒരുപാട് പൊളിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ പൊളിച്ച് ഏച്ച് കൂട്ടുന്ന വീഡിയോ ഇതിൻ്റെ ബാക്കിൽ വരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക,